ചേട്ടാ, ഒരു ഈ കൊല്ലത്ത് അത്യാവശ്യം നല്ല കുറച്ച് റൈഡേഴ്സ് ഉണ്ട്. ഞാൻ പറയാൻ കാര്യം, ഞാൻ 2015 തോന്നുന്നു നമ്മൾ കൊടൈക്കനാൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ബറ്റാലിയൻ SD പോവുക. ഞാൻ ഈ ഹരമൂത്ത് ഞാനും ഇവരുടെ കൂട്ടത്തിൽ കയറി വന്നപ്പോൾ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് കാണിച്ചു. മിസ്സിങ്ങാ, വലിവൊന്നും കുഴപ്പമില്ല, മിസ്സിങ്ങാ വണ്ടി അടി. അപ്പം അതിനകത്ത് ഒരു മെക്കാനിക്ക്, പുള്ളിയുടെ പേര് എബ്രാഹിം എന്താ പുള്ളിയുടെ പേര്. പുള്ളിയെ അപ്പം ഞങ്ങളുടെ പറഞ്ഞു, നീ ഒന്ന് ഫ്രണ്ടേ പൊക്കൂ, എവിടെയാണെന്ന് വെച്ചാൽ വണ്ടി നിൽക്കുമ്പോൾ നമുക്ക് നോക്കിയേക്കാം എന്ന് പറഞ്ഞു. 10-25 വണ്ടിയുണ്ട് തിരുവനന്തപുരത്ത് നോക്കാൻ. എനിക്ക് കോട്ടയം പോകാനായിട്ട് ഞാൻ ഇവരുടെ കൂടെ കയറിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഫ്രണ്ടിൽ പോയി. എൻ്റെ കൂട്ടത്തിൽ ഒരു അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, കൊല്ലത്തുള്ള, അന്ന് ഇച്ചിരി മുടിയൊക്കെ വളർത്തി ഒരു സ്കെൽറ്റ്, ഒരു KL12 റോഡ് കിങ് ഒന്നും പറക്കുക വണ്ടി. പറന്നടിക്കുന്ന വണ്ടിയാ. അപ്പം അന്ന് ഈ പുള്ളി എനിക്ക് തന്ന സഹായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്സിംഗ് ഉള്ള വണ്ടി ഫ്രണ്ടിൽ പോയി തന്നെ 25 വണ്ടിക്ക് അന്ന് പുള്ളി എന്നെ വഴി തെറ്റിച്ച് വേറെ അടുത്ത് എത്തിക്കും. പുള്ളിയുടെ ഒരു പ്രത്യേകത അത്. ശരി, നീ ആളറിയാതെ കൂടെ പോയത്. ഒരു പ്രത്യേകതയാ. പുള്ളിയുടെ വീട് ഈ രാമകുളങ്ങര ഭാഗത്തോടെയാ, കൊല്ലത്ത്. പുള്ളി ചിന്നക്കട വന്നാലും വഴി തെറ്റിച്ചത് വരും. അത് പുള്ളിയുടെ ഒരു നേച്ചറാ. ജന്മനാ ഉള്ളത്. നേരെ ഇങ്ങ് വരുന്നതിന് വരെ പുള്ളി ചിലപ്പോൾ ചവറെ കൂടെ ഒക്കെ കറങ്ങി വരും. ഒരു മനുഷ്യനോട് വഴി ചോദിക്കത്തില്ല, ഏത് കാട്ടിപ്പോയാലും. അത് പുള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. തെറ്റി കിലോമീറ്റർ കഴിഞ്ഞാലേ ചോദിക്കുള്ളൂ. തെറ്റൊന്നും പുള്ളിക്ക് അറിയാതെ. പുള്ളിയുടെ ഒരു പ്രത്യേകത, എൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയത്തില്ല, അതേപോലെ പുള്ളിയുടെ ഒരു പ്രത്യേകത അത്. തെറ്റണം പുള്ളിക്ക്. ഈ കൊടൈക്കനാലിൽ നിന്ന് വന്ന കഥ ഞാൻ കേട്ടുണ്ട്. 25 വണ്ടിയോ 30 വണ്ടിയോ ആയിട്ടോ നീ ഉണ്ടായിരുന്നു. അന്ന് ഇറങ്ങി വന്നിട്ട് താഴെ എത്തുമ്പം ഇടത്തോട്ട് ഇരിക്കണം. 25 വണ്ടി ഇടത്തോട്ട് ഇരുന്നു. അതെന്നിട്ട് 50 കിലോമീറ്റർ ഓടി വെള്ളം കുടിക്കാൻ വരുത്തി വിമാനം കിട്ടുന്നത് കാണുന്നില്ല. പറഞ്ഞു കേട്ടുള്ള കഥയാണ്. വിളിച്ചപ്പോൾ അവന്മാർ വലത്തോട്ട് തിരിഞ്ഞ് 50 കിലോമീറ്റർ പോയി. എൻ്റെ വണ്ടി മനഃപൂർവ്വ ഇങ്ങനെ ഒളിച്ചേക്കും. എല്ലാവരും ഇടത്തോട്ട് പോയി കഴിയുമ്പോൾ അങ്ങനെ വലത്തോട്ട്. ഇങ്ങനെ ഒരു ബന്ധ. എൻ്റെ കൂടെ കുഞ്ചാളിയും കാണും. അന്ന് ഇതേണക്ക് നട്ടക്കാ വെയിലത്ത് വണ്ടി തള്ളിയിട്ട് ഇവൻ വന്നിട്ട് പറയാ, അഖിൽ പറയാ, അന്ന് നമുക്കിത് ഇവിടുന്ന് അങ്ങ് പാഴ്സൽ അയക്കാം, മറ്റേ KRS APS. അപ്പം കുഞ്ചാളി അന്നേരം പറഞ്ഞ, പിന്നെ നിന്റെ അച്ഛൻ തുറന്നു വെച്ചേക്കല്ല ഞായറാഴ്ച പാഴ്സൽ സർവീസ് ഇവിടെ അയച്ചു വിടാൻ. വെളുപ്പിനെ 2:30-3 മണിയായി എത്തിയപ്പോ. എന്നിട്ട് അതിലൊരു രസമുണ്ട്. ഇപ്പം ഞാനും ഈ കുഞ്ചാളിയും കൂടി ഇങ്ങനെ പോവാ. വണ്ടിയൊക്കെ ശരിയായി. വൈകുന്നേരത്തേക്ക് വണ്ടി ഞങ്ങൾ റെഡിയാക്കിട്ടി ഇങ്ങനെ പോയി. കമ്പം കയറിക്കൊണ്ടുവന്നപ്പോൾ ഒരു വണ്ടിയുടെ ലൈറ്റ് പോയി. അവിടെ ചെന്ന് കമ്പത്ത് വെച്ചിട്ട് ലൈറ്റൊക്കെ റെഡിയാക്കി അവിടുന്ന് ഒരു പോക്ക് പോയിട്ട് നമ്മുടെ ഈ ഇവിടെ ഉണ്ട് മുണ്ടക്കയത്ത് നമ്മൾ തിരിഞ്ഞ് എരുമേലി വഴി നമ്മൾ അങ്ങോട്ട് കൊല്ലത്തിന് തിരിയുന്നത്. അവിടെ വരെ എത്തിയപ്പോ ഇവ പുറകിലുണ്ട്. ഞങ്ങളുടെ പുറകിൽ പെട്ടെന്ന് ക്ലാസ്സിൽ കാണാം. ആ ഡീവിയേഷന്റെ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. ഇവൻ എതിലേ പോയെന്ന് കാണൂല. അത് വഴി തെറ്റുന്നേ അല്ല, അത് വഴി തെറ്റിക്കുന്നയാ. പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ചിന്നക്കട വന്നാലും കറങ്ങി വരുള്ളൂ. അപ്പൊ പിന്നെ മുണ്ടക്കയത്തിന്റെ കാര്യം പറയണം. എന്നിട്ട് ഇവനെ കാണുന്നില്ല, ഞങ്ങൾക്ക് പേടിയായി. നല്ല രാത്രി ഇവനെ കാണുന്നില്ല. പേടിക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളി ഏത് കാട്ടുവഴി കൂടെ ആയാലും വീട്ടിൽ എത്തും. ചിലപ്പോ ഫസ്റ്റ് എത്തും. അപ്പൊ എന്നാന്നറിയോ, അത് എന്റെ വണ്ടിക്ക് പ്രശ്നമുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. അവിടെ രാത്രിയായപ്പോ ഇത് എവിടെ വെച്ചിട്ട് പോകണമെന്നത് ലഗേജ് കൊണ്ട് അവിടെ നിന്നൊരു വർക്ക്ഷോപ്പിനകത്ത് ഈ വണ്ടി തള്ളി കയറ്റി വെച്ചു, ഒരു വണ്ടി. എന്നിട്ട് കുഞ്ഞാളിയുടെ വണ്ടിയുടെ ലഗേജിന്റെ മേളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഇത്ര ഹൈറ്റ് ഉണ്ട്. ഇവനെതിലേ പോയിരുന്നുണ്ട്. ഞങ്ങൾ ജംഗ്ഷനിൽ ചെന്നാ ഓട്ടാക്കി ചേർന്നോളി, ചേട്ടാ ഇതേപോലെ സൗണ്ട് ഉള്ള വണ്ടി വല്ലതും വന്നായിരുന്നു. ഓനെ വന്ന് ഞങ്ങൾ ഇതിലെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് കറക്റ്റ് വഴിക്ക്. ഞാനും ഇവനും കൂടി ഒരിക്കലും ആ ഓട്ടോ ചേട്ടൻ തെറ്റി. ഒരിക്കലും അവൻ ആ കറക്റ്റ് വഴി പോകൂല. അവൻ ചോദിക്കും വഴി, ചേട്ടാ കൊല്ലത്തിന് വഴി അതാ. അവര് പറയും ഇടത്തോട്ട്, ഇവൻ വലത്തോട്ടേ പോകുള്ളൂ. അപ്പം നമുക്ക് കാര്യം മനസ്സിലായി, ഇവൻ ഇവിടുന്ന് പാസ് ചെയ്തു. ഇവൻ പുറകിലില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അവിടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പുറകിലൊന്നും പറ്റി കിടക്കുമല്ല. ഈ വണ്ടി കംപ്ലൈന്റ് നമുക്ക് അറിയത്തില്ലല്ലോ. ഇവൻ ഇവിടെ പാസ് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ തിരിച്ചു വന്ന് ഈ വണ്ടി കൊടുത്തിട്ട്
തിരിച്ചു പിടിച്ച് പോവാ. ഞങ്ങൾ 2 വണ്ടി ഉണ്ടായിട്ട് ഈ ഇരുട്ടത്ത് ഞങ്ങൾക്ക് പേടിയാകും. എന്നിട്ട് ഞങ്ങളവിടെ ഒതുക്കിട്ടുണ്ട്. അവൻ ഇരുട്ടത്ത് പോയി കാണുമോ? ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് 2 പേരുണ്ടോ പേടിയാ. കുറെ ഓടി വേറെ അങ്ങൊരു 10-20 കിലോമീറ്ററിന് അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോസ്റ്റിന്റെ അടിയിൽ വണ്ടി വെച്ചിട്ട് വെട്ടമുള്ളടത്ത് കയറി ഇരിക്കുക. കുഞ്ഞാളി വീണ്ടും തന്തയ്ക്ക് വിളിച്ചു. പുള്ളിക്ക് അതൊരു വിഷയമല്ല, പുള്ളിക്ക് എങ്ങനെയും വഴി തെറ്റിക്കുക, അത് പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാ. ഇപ്പൊ ഗൾഫിലെന്താ പറയുന്നത്? ഇപ്പൊ ഗൾഫിലാ, അറബീനെ വഴി തെറ്റിക്കുമായിരിക്കും. ആയിരിക്കും. ഇപ്പൊ RX-ലാ കളി. അതാകുമ്പോ ഇച്ചിരി എളുപ്പമാണല്ലോ. അതെ അതെ. ഇങ്ങനെ കൊണച്ചോ വെക്കണ്ടല്ലോ.